ഞാൻ ഈ പറയുന്ന കാര്യം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈൽ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കുക. ഞാൻ ഈ പറയുന്ന പോലെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഡോണ്ട് ട്രൈ ടു സീ എ ബ്ലൂ എലിഫന്റ്. നിങ്ങളൊരു നീല നിറത്തിലുള്ള ആനയെ കാണരുത്. ഒന്നുകൂടി ഞാൻ പറയാം, കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ മാത്രമേ അത് എഫക്റ്റീവ് ആവത്തുള്ളൂ. നീല നിറത്തിലുള്ള ആനയെ നിങ്ങൾ കാണരുത്. രസകരമായ സംഭവം, ഞാൻ ഈ എക്സസൈസ് ഒത്തിരി ആൾക്കാർക്ക് ചെയ്തിട്ടുള്ളതാണ്. പല വലിയ ഗ്രൂപ്പുകളിലൊക്കെ ചെയ്യുന്ന സമയത്ത് ചരിത്രത്തിലാദ്യമായി, ജീവിതത്തിലാദ്യമായി ചില ആൾക്കാർ നീല നിറത്തിലുള്ള ആനയെ കാണും. അപ്പോൾ ഈ നീല നിറത്തിലുള്ള ആനയെ കാണരുത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടിയാൽ എന്തുകൊണ്ടാണ് നീല നിറത്തിന്റെ ആനയെ കാണുക? ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞ് നിങ്ങൾ ഈ എക്സസൈസും ചെയ്ത് നോക്കിയാലും മതി. അപ്പോൾ വേറൊരു ഇൻസ്ട്രക്ഷൻ പുറത്തുനിന്ന് ഒരാളും കൂടെ പറയണം, എന്നാലായിരിക്കും അത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആകും. നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാം, പക്ഷേ പുറത്തുനിന്നൊരു ഇൻസ്ട്രക്ഷൻ വരികയാണെങ്കിൽ, സജഷൻ കിട്ടുകയാണെങ്കിൽ കുറെ കൂടെ എഫക്റ്റീവ് ആകും. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ ഒരു നീല നിറത്തിലുള്ള ആനയെ കാണും. കാരണം വേറൊന്നുമല്ല, നമ്മളുടെ ബ്രെയിൻ എപ്പോഴും സ്കാൻ ചെയ്യുന്നത് ഇമേജസ് ആണ്. നമ്മളുടെ അഡ്ജക്റ്റീവ്സ്, വേർബ്സ്, ഇതൊന്നും അതിന് പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഈ എന്താണോ ഇമേജ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്, അതാണല്ലോ ഇമാജിനേഷൻ ഇത്രമാത്രം പവർഫുൾ ആണെന്ന് പറയാൻ കാര്യം. ഇമേജിൽ എന്താണോ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത് അതാണ് നമ്മുടെ ബ്രെയിൻ ക്യാപ്ചർ ചെയ്യുന്നത്. സ്കാൻ ചെയ്യുന്ന പോലെയാണ്. ഇപ്പോൾ സ്കാൻ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ബ്ലൂ എലിഫന്റ്, നീല നിറത്തിലുള്ള ആനയെ കാണരുത് എന്ന് പറയുമ്പോൾ നീല നിറത്തിലുള്ള ആനയ്ക്ക് ഒരു കളറുണ്ട്, ഷേപ്പ് ഉണ്ട്. കാണരുത് എന്നുള്ളത് പ്രത്യേകിച്ച് യാതൊരു ഷേപ്പുമുള്ള ഒരു സാധനമല്ല, ഒരു ഇമേജ് അല്ലത്. ഇത് തന്നെയാണ് പ്രാർത്ഥനകളിലും പറ്റാറുള്ളത്. ദൈവമേ യാതൊരു വിധത്തിലുള്ള ദുരന്തങ്ങളും, ദുരിതങ്ങളും, അപകടങ്ങളും, ആപത്തുകളും വരുത്തരുത് എന്ന് പറയും. ഈ ആപത്ത്, അപകടം, ദുരന്തം, ദുരിതം, ഇതിനെല്ലാത്തിനും ഇമേജ് ഉണ്ട്. ലോറി ഇടിച്ചാവാം, അല്ലെങ്കിൽ ഒരു കൊക്കയിലേക്ക് മറിഞ്ഞു വീണിട്ടാവാം, എന്തൊക്കെ ഇമേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സമയത്ത്. അരുതേ എന്ന് പറയുന്നതിനകത്ത് വലിയ മീനിങ് ഇല്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കും വളരെ സൂക്ഷിക്കണം. പ്രാർത്ഥനയ്ക്ക് ബലമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വെറുതെ ക്ഷേത്രങ്ങളിലോ പള്ളിയിലോ പോയെന്നുകൊണ്ട് ഇതുപോലത്തെ പ്രാർത്ഥനകൾ നടത്തരുത്. കാരണം സംഭവിക്കുന്നത് എന്താണോ അതിനകത്ത് ഇമേജിന്റെ പാർട്ടുള്ളത് അത് ക്യാപ്ചർ ചെയ്യും. പിന്നെ ഞാൻ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച്, തഥാസ്തു എന്ന് പറഞ്ഞാൽ സോ ബി ഇറ്റ്, നിനയ്ക്കുന്നത് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ അത് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനും പോകുന്നത്. അതുകൊണ്ട് എപ്പോഴും ഓർത്തിരിക്കുക, എന്താണോ വേണ്ടുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുക, വേണ്ടാത്തതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അതും പ്രത്യക്ഷപ്പെടും.